ഇനി നമ്മൾ തിയറി ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. അതായത് നമ്മുടെ നോർമൽ പ്രോഫിറ്റ്, അബ്നോർമൽ പ്രോഫിറ്റ്, ഷട്ട് ഡൗൺ പോയിന്റ് ആൻഡ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഈ 4 കോൺസെപ്റ്റുകളാണ് ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം നോക്കാം എന്താണ് നോർമൽ പ്രോഫിറ്റും അബ്നോർമൽ പ്രോഫിറ്റും തമ്മിലുള്ള വ്യത്യാസം. നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ടു സസ്റ്റെയിൻ ഇൻ ദ ബിസിനസ്. അതായത് ബിസിനസ് നിലനിന്നുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഫേമിന് ലാഭം വേണം അല്ലേ, അല്ലെങ്കിൽ അയാളത് പൂട്ടിക്കെട്ടി പോകൂലേ. അങ്ങനെ ആ ഒരു മിനിമം ലാഭമാണ് മക്കളെ എന്ത് നോർമൽ പ്രോഫിറ്റ്. അതായത് ബിസിനസ് നിലനിർത്താൻ വേണ്ടി എടുക്കുന്ന ആ ഒരു അയാൾക്ക് കിട്ടുന്ന മിനിമം പ്രോഫിറ്റ് ആണ്. ഇനി എന്തായിരിക്കും അബ്നോർമൽ? അബ്നോർമൽ എന്ന് പറയുന്നത് പ്രോഫിറ്റ് എക്സസ് ഓഫ് നോർമൽ പ്രോഫിറ്റ്. അതായത് നോർമൽ പ്രോഫിറ്റിനേക്കാളും കൂടുതലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ലാഭത്തെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് അബ്നോർമൽ. അപ്പോൾ അബ്നോർമൽ പ്രോഫിറ്റ് കിട്ടാനായിരിക്കും എല്ലാവർക്കും ആഗ്രഹം അല്ലേ. പക്ഷേ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു ഷോർട്ട് റണ്ണിൽ മാത്രമേ കിട്ടുള്ളൂ, ലോങ് റണ്ണിൽ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് ഓക്കെ ഷട്ട് ഡൗൺ പോയിന്റ്? എന്താണ് ഷട്ട് ഡൗൺ പോയിന്റ്, എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് നമുക്ക് നോക്കാം. ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ സ്റ്റോപ്പിംഗ് പോയിന്റ് ആണ്. അതായത് പ്രൊഡക്ഷൻ നിർത്തുന്ന ഒരു പോയിന്റ് ആണ് എന്ത് നമ്മുടെ ഈ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. കാരണം അയാൾ നിർത്തും, അയാൾക്ക് പിന്നീട് അങ്ങോട്ടേക്ക് നഷ്ടമായിരിക്കും. അപ്പൊ എന്താണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന്? പ്രൊഡക്ഷൻ സ്റ്റോപ്പിംഗ് പോയിന്റ് ആണ്. അവിടെ എവിടെയാണ് ആ ഷട്ട് ഡൗൺ പോയിന്റ്, പ്രൊഡക്ഷൻ സ്റ്റോപ്പിംഗ് പോയിന്റ് എന്ന് ചോദിച്ചത്? മിനിമം പോയിന്റ് ഓഫ് AVC ഇൻ ദ ഷോർട്ട് റൺ ആണ് ആൻഡ് മിനിമം പോയിന്റ് ഓഫ് LRAC ഇൻ ദ ലോങ് റൺ ആണ്. അത് വൺ വേർഡിനായിരിക്കും ചോദിക്കുക കേട്ടോ. അതായത് നിങ്ങൾ ആലോചിച്ചാൽ മതി, AVC ആണെങ്കിൽ ഷോർട്ട് റൺ ആണ്, LRAC ആവറേജ് കോസ്റ്റ് ലോങ് റണ്ണിലാണ് വരിക, LRAC ആണെങ്കിൽ അതെന്താണ് ലോങ് റൺ ആണ്. രണ്ടിൻ്റെയും മിനിമം പോയിന്റ് ആണ്. ഇത് വൺ വേർഡ് ചോദിക്കും കേട്ടോ. മിനിമം പോയിന്റ് ഓഫ് AVC ആണ് ഷട്ട് ഡൗൺ പോയിന്റ്, അല്ലെങ്കിൽ മിനിമം പോയിന്റ് ഓഫ് LRAC തന്നെയാണെന്ത് ഷട്ട് ഡൗൺ പോയിന്റ്. അവിടെ വെച്ചുകൊണ്ട് പ്രൊഡക്ഷൻ നിർത്തും. ആ മിനിമം പോയിന്റ് വെച്ചിട്ട് അവിടെ നിർത്തണം, അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് അവർക്ക് നഷ്ടമാണ്, വമ്പൻ നഷ്ടമാണ്. ഇനി എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ്? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ ഇസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റാ. അതായത് അവിടെ വെച്ച് അയാൾക്ക് ദർ ഇസ് നോ പ്രോഫിറ്റ് നോ ഗെയിൻ, ലാഭവുമില്ല നഷ്ടവുമില്ല. 1000 രൂപയാണ് ചെലവാക്കിയത്, 1000 രൂപ തന്നെയാണ് വരുമാനവും കിട്ടിയത്. എടാ, ഒരു സാധനം ഉണ്ടാക്കാൻ അയാൾ ചെലവാക്കിയത് 1000 രൂപയാണ്, പക്ഷേ ആ സാധനം വിറ്റിട്ടും അയാൾക്ക് എത്ര രൂപ തന്നെയാണ് കിട്ടിയത്? 1000 രൂപ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ദർ ഇസ് നോ പ്രോഫിറ്റ് നോ ഗെയിൻ. ഇനി ഒരു ഷോർട്ട് റണ്ണിലാണെങ്കിൽ എന്തായിരിക്കും? പ്രൈസ് ഇസ് ഈക്വൽ ടു SAC, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആയിരിക്കും. നേരെ മറിച്ച് ലോങ് റൺ ആണെങ്കിൽ സാധനത്തിന്റെ വില എന്തിനോട് ഈക്വൽ ആയിരിക്കും? ലോങ് റൺ ആവറേജ് കോസ്റ്റിനോട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഷട്ട് ഡൗൺ പോയിന്റും ബ്രേക്ക് ഈവൻ പോയിന്റും. ഇനി നമുക്കിത് ഡയഗ്രത്തിൽ ഒന്ന് നോക്കാം. എവിടെയാണ് ഇങ്ങനെ ഒരു ടേബിൾ, ഇങ്ങനെ ഒരു ഡയഗ്രാം തന്നിട്ട് നിങ്ങളോട് പറയാണ് പ്രൊഡക്ഷൻ സ്റ്റോപ്പിംഗ് പോയിന്റ്, ബ്രേക്ക് ഈവൻ പോയിന്റ്, ഷട്ട് ഡൗൺ പോയിന്റ് മാർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ മാർക്ക് ചെയ്യും? മക്കളെ ഇത് നോക്ക്, നമുക്കറിയാം ഈ പോയിന്റ് ആണ് നമ്മുടെ എന്ത്, ഈ പോയിന്റ് ആണ് നമ്മുടെ ഷട്ട് ഡൗൺ പോയിന്റ്. ഇതാണ് നമ്മുടെ ഷട്ട് ഡൗൺ പോയിന്റ്. അതായത് മിനിമം പോയിന്റ് ഓഫ് AVC അല്ലേ, മിനിമം പോയിന്റ് ഓഫ് AVC ആണ് ഷട്ട് ഡൗൺ പോയിന്റ്. ഇവിടെയാണ് മിനിമം പോയിന്റ് ഓഫ് ആവറേജ് ടോട്ടൽ കോസ്റ്റ്, അതാണ് ആവറേജ് TC, ആവറേജ് ടോട്ടൽ കോസ്റ്റ് ആണ് നമ്മുടെ എന്ത് പോയിന്റ്? ഈ പോയിന്റ് ആണ് നമ്മുടെ എന്ത് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇങ്ങനെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, മിനിമം ആണ് AVCD ആയാലും ശരി, ATCD ആവറേജ് ടോട്ടൽ കോസ്റ്റ് ആയാലും ശരി, അതിൻ്റെയൊക്കെ മിനിമം ഏറ്റവും താഴ്ന്ന പോയിന്റിലായിരിക്കും നമ്മുടെ ഈ ബ്രേക്ക് ഈവൻ പോയിന്റും അതേപോലെ ഷട്ട് ഡൗൺ പോയിന്റും. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെയുണ്ട് ഒരു കാര്യം, നമ്മുടെ LRMC, നമ്മുടെ ലോങ് റൺ സപ്ലൈ കർവ്. ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ട് വൺ വേർഡ് ചോദിച്ചതാണ്. സപ്ലൈ കർവ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നമ്മുടെ സപ്ലൈ കർവ്. ഓക്കെ, സപ്ലൈ കർവ് എന്ന് പറയുന്നത് ഏതാണ്? റൈസിംഗ് പോർഷൻ ഓഫ് LRMC ആണ്. റൈസിംഗ് പോർഷൻ, ഇതൊക്കെ ഈ റൈസിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പോർഷൻ, ഇതാണ് നമ്മുടെ സപ്ലൈ കർവിന്റെ ഷേപ്പ് ഇങ്ങനെ തന്നെയാണ്. സോ റൈസിംഗ് പോർഷൻ ഓഫ് LRMC ആണ് നമ്മുടെ എന്ത് സപ്ലൈ കർവ്. അതും പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. റൈസിംഗ് പോർഷൻ ഓഫ് LRMC is the supply curve of a firm. Okay.